ഹായ് ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് ഭയങ്കര ചൂടല്ലേ, അപ്പോൾ എന്താ പറയാനാ, തണുപ്പും നല്ല ശരീരത്തിന് ഉന്മേഷം കിട്ടും, അതുപോലെ തന്നെ നമ്മുടെ വയറ്റിൻ്റെ അസ്വസ്ഥതകൾ മാറത്തക്ക രീതിയിലുള്ള ഒരു നല്ല മോര് ഉണ്ടാക്കിയെടുക്കാം. നല്ലൊരു മോര് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ 2 ചെറിയ പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില, ഇനി നമുക്ക് ഒരു 2 തണ്ട് പുതിന ഇല, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ഉപ്പും കൂടെ ഇട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ വയറ്റിനൊക്കെ നല്ല സുഖം തരുന്ന ഒരു മോരാ കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ഇനി 1-2 ചേരുവകളൊക്കെ ചേർക്കുക. അപ്പോൾ ഏറ്റവും നല്ല വയറ്റിന് നല്ല തണുപ്പും അസ്വസ്ഥ, ഗ്യാസിൻ്റെ പ്രയാസം, അതുപോലെ ദഹനക്കുറവെല്ലാം മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അത് നമ്മൾ അടിച്ചെടുത്തതിന് ശേഷം വീണ്ടും ഞാൻ അതിലേക്ക് ഒരു ചെറിയ പീസ് പച്ചമാങ്ങയും അതുപോലെ തന്നെ ഒരു പീസ് വെള്ളരിക്കയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് നമുക്ക് അടിച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് ഇനി ആവശ്യത്തിനുള്ള തൈരെടുക്കാം. തൈരെടുത്തതിന് ശേഷം എൻ്റെ വലിയ ജാറ് കംപ്ലൈൻ്റ് ആയിട്ടോ, അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞു ജാറിൽ ആദ്യം അടിച്ചെടുത്തത്. ഇതിൽ അരഞ്ഞ് കിട്ടത്തില്ല. അപ്പോൾ നമുക്കിനി ആ ജാറിലേക്ക് അരച്ച് വെച്ചേക്കണം ആ കൂട്ടും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് കായം, ഒത്തിരി വേണ്ട, ഒത്തിരി ആയാൽ ഒരു വല്ലാതെ തോന്നിക്കും. ഇച്ചിരി കായവും കൂടെ നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നല്ല രസമുള്ള രുചിയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വയറ്റിന് നല്ല സുഖം കിട്ടും, നമുക്ക് നല്ല ശരീരത്തിന് നല്ല തണുപ്പല്ലേ, ഇപ്പോൾ ഭയങ്കര ചൂടൊക്കെ അല്ലേ, എത്ര വെള്ളം കുടിച്ചാലും. അപ്പോൾ ഇങ്ങനെയൊക്കെ മാറ്റിയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക എന്താ പറയുക, ശരീരത്തിനൊക്കെ ഒരു പ്രത്യേക എനർജി കിട്ടും. അപ്പോൾ ഇതാ ഞാനത് അരിച്ചെടുക്കും. അങ്ങനെ കുടിക്കുന്നവർക്ക് കുടിക്കാം കേട്ടോ. പക്ഷേ ഈ കറിവേപ്പിലയുടെ ഒക്കെ നാരില്ലേ, അത് ചിലപ്പോൾ നമ്മുടെ തൊണ്ടയിൽ കുരുങ്ങിയിട്ട് നമുക്ക് ഒരുമാതിരി തോന്നണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാനത്, എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അരിച്ചെടുത്തത് കേട്ടോ. ഇപ്പോൾ നമുക്ക് വെള്ളം ചേർക്കുമ്പോൾ നമുക്ക് തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം. എത്ര തണുപ്പ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് തണുപ്പിച്ച് തന്നെ നമുക്ക് കുടിക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കരുത് അടിച്ചതിന് ശേഷം. അപ്പോൾ ഇതാ ഞാൻ നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുതേ. അപ്പോൾ ഇതാ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം എല്ലാം ഒഴിച്ച് ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ആവശ്യത്തിനുള്ള 2-3 ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇടാം. ഞാനൊരു 2-3 ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി അടിച്ച് വെച്ചേക്കുന്ന മോര്, ഉപ്പൊക്കെ ഞാൻ നോക്കിയായിരുന്നു, എല്ലാം പരുവാണ്. അപ്പോൾ നമുക്ക് ഈ മോര് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, ഞാനിപ്പോൾ എടുത്ത തൈരിനൊക്കെ ഒരു ഗ്ലാസ് തൈരാണ് ഞാൻ എടുത്തത്, ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്ലാസിൻ്റെ ഭംഗി കണ്ട് അതിൽ ഒഴിച്ചതാണ് കേട്ടോ. പക്ഷേ അത് നിറയാത്തതുകൊണ്ട് ഞാനിപ്പോൾ വേറെ ഗ്ലാസ്സിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യണേ. ബായ്.